ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ 1 ഇയർ സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ട് വീക്ക് 5 സർവേ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഈ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ടാക്യോമീറ്റർ, ഏരിയ ആൻഡ് വോളിയം കാൽക്കുലേഷൻ, കർവിനെ കുറിച്ച് പറയാനുണ്ട്, പിന്നെ മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഓൾറെഡി നമ്മൾ ടാക്യോമീറ്റർ ആൻഡ് കർവിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു സെഷനിൽ നമുക്ക് ഏരിയ ആൻഡ് വോളിയം കാൽക്കുലേഷൻ എന്ന പരിപാടി എങ്ങനെയാ നോക്കാം. ഓക്കെ, ഈ ടോപ്പിക്കിൽ വേറെ ഒന്നുമില്ല. എങ്ങനെയൊക്കെയാണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന 3-4 ഇക്വേഷൻസ് മാത്രം അറിഞ്ഞാൽ മതി. അതിലെ ചെറിയ ചെറിയ തിയററ്റിക്കൽ പോയിന്റ് അറിയണം. കൂടുതൽ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ആയിട്ടാണ് വരാറുള്ളത്. ഓർക്കുക, എടുത്തു പറയുകയാണ് പോയിന്റ്, ഈ ഇടയായിട്ട് ഏരിയ കാൽക്കുലേഷനും വോളിയം കാൽക്കുലേഷന്റെയും ന്യൂമറിക്കൽ നമ്മുടെ എക്സാംസിൽ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ 1-2 മെത്തേഡ്സ് ഉണ്ട്, അത് പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ ഈ ടോപ്പിക് എന്താവും, അവസാനിക്കണം. ഏരിയ കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഇക്വേഷൻ, ഏരിയ കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഇക്വേഷൻ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അപ്രോക്സിമേറ്റ് മെത്തേഡ് ആണ്. ഫസ്റ്റ് മെത്തേഡ് ഈസ് അപ്രോക്സിമേറ്റ് മെത്തേഡ്. തീർച്ചയായിട്ടും ആക്യുറസി കുറവാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ പറയുന്ന പേരാണ് അപ്രോക്സിമേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സംഭവം ഒന്നുമില്ല. ലെറ്റ്സ് സേ നമുക്ക് ഇത്രയും വലിയ ഒരു ഏരിയ അവൈലബിൾ ആണ്. നമ്മൾ ഈ ഏരിയനെ നമ്പർ ഓഫ് ട്രയാങ്കിൾസിലേക്ക് ഡിവൈഡ് ചെയ്യും, അല്ലെ? യു നോ വാട്ട് ഈസ് ട്രയാങ്കുലേഷൻ ഈസ്. ഇങ്ങനെ നമ്പർ ഓഫ് ട്രയാങ്കിൾസിലേക്ക് ഡിവൈഡ് ചെയ്യാണ്. ലെറ്റ്സ് സേ ആ ട്രയാങ്കിളിന്റെ ഏരിയ ദിസ് ഇസ് A1, ദിസ് ഇസ് A2, A3 ആണിത്, A4, A5, A6, ഇത് A7 ആണ്. അതായത് ടോട്ടൽ ഏരിയ A വിൽ ബി ഈക്വൽ എന്തായിരിക്കും, A1 പ്ലസ് A2 പ്ലസ് അപ് ടു എന്തായിരിക്കും, AN എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. യാതൊരു സംശയമില്ല. നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഓരോ ഇൻഡിവിജ്വൽ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അതിന് വേണ്ടിയാണ് നമ്മൾ ഇതിനെ നമ്പർ ഓഫ് ട്രയാങ്കിൾസിലേക്ക് ഡിവൈഡ് ചെയ്തത്. ലെറ്റ്സ് സേ A1 എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൽ ഇത് A ആണ്. ദ ലെങ്ത് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സൈഡ് ഈസ് A എന്ന് പറയാം. ഇതിന്റെ ലെങ്ത് B എന്ന് പറയാം, ഇതിന്റെ ലെങ്ത് C എന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ്സും ഗുസ്തിയാണ്, പഴയ ഫോർമുലയാണ്. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഏരിയ A1 ബൈ ദ ഇക്വേഷൻ റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C ആണ്, അല്ലെ? അതാണ് A1 എന്ന് പറയുന്ന ആ ട്രയാങ്കിളിന്റെ ഏരിയ വിച്ച് ഇസ് ഹാവിംഗ് സൈഡ്സ് A, B, C ആണ്. എയും ബിയും സിയും ആയിട്ടുള്ള ആ ട്രയാങ്കിളിന്റെ ഏരിയ ദാറ്റ് ഈസ് A1 ഈസ് ഈക്വൽ ടു S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C ആണ്. എന്താണ് S? എന്താണ് S? പറയൂ. S എന്താണ്? S ഈസ് നത്തിങ് ബട്ട് A പ്ലസ് B പ്ലസ് C ഡിവൈഡ് ബൈ 3 അല്ല, ഡിവൈഡ് ബൈ 2 ആണ്. ഡിവൈഡ് ബൈ 3 അല്ല, ഡിവൈഡ് ബൈ 2 ആണ്. ഓക്കെ അല്ലേ? സംഭവം ഓക്കെ അല്ലേ? ഫസ്റ്റ് മെത്തേഡ് ആണ് അപ്രോക്സിമേറ്റ് മെത്തേഡ്. ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം ഇത് യൂസ് ചെയ്യുക. ചോദിക്കുന്നത് കുറവാണ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സിംപ്സൺ മെത്തേഡോ അല്ലെങ്കിൽ ട്രപ്പിസോഡൽ മെത്തേഡോ ആണ്. വിച്ച് കംസ് അണ്ടർ ദ സെക്കൻഡ് മെത്തേഡ്. ഏതാണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഓഫ്സെറ്റ് മെത്തേഡ് ആണ്. ആദ്യം പറഞ്ഞത് അപ്രോക്സിമേറ്റ് മെത്തേഡ് ആണ്. രണ്ടാമത്തത് ഓഫ്സെറ്റ് മെത്തേഡ് ആണ്. അതിലെ ഒന്നാമത്തെ സാധനം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആവറേജ് ഓർഡിനേറ്റ് മെത്തേഡ്. ഇറ്റ് ഈസ് ടേംഡ് ആസ് ആവറേജ് ഓർഡിനേറ്റ് മെത്തേഡ്. ആവറേജ് ഓർഡിനേറ്റ് മെത്തേഡ് ആണ് ആദ്യത്തെ മെത്തേഡ്. ഓഫ്സെറ്റ് മെത്തേഡിലെ ഒന്നാമത്തെ മെത്തേഡ് ആവറേജ് ഓർഡിനേറ്റ് മെത്തേഡ്. സംഭവമൊന്നുമില്ല, എളുപ്പമാണ്. ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഫീൽഡാണ്. അതിന്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നിങ്ങൾ വരയ്ക്കേണ്ടത് ഇത്തരത്തിലുള്ള ലൈനാണ്. ആ ലൈനെ നിങ്ങൾ എന്ത് പറയും? ദാറ്റ് ഈസ് എ ലോങ്സ്റ്റ് ലൈൻ ഡ്രോൺ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ വിച്ച് ഡിവൈഡ്സ് ദ എൻറ്റയർ ഏരിയ ഇൻടു ഓൾമോസ്റ്റ് ഈക്വൽ ടു 2 ആണ്. 2 ഭാഗങ്ങളായിട്ട് ഓൾമോസ്റ്റ് ഡിവൈഡ് ചെയ്യുന്ന ലോങ്സ്റ്റ് ലൈൻ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ബേസ് ലൈൻ ആണ്. ആ ബേസ് ലൈനിൽ നിന്നും നിങ്ങൾ ഈ പറയുന്ന ഏരിയയുടെ ബൗണ്ടറിയിലേക്ക് നമ്പർ ഓഫ് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റുകൾ എടുക്കുക, ഈ കാണിച്ചിരിക്കുന്നത് പോലെ. ഓക്കെ, വി ആർ ടേക്കിംഗ് നമ്പർ ഓഫ് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്സ് ആണ്. ഇത് H1 എന്ന് പറയാം, ദിസ് ഈസ് H2, H3, H4, H5, H6, H7 ആൻഡ് H8 ആണ്. എല്ലാ ഓർഡിനേറ്റും എടുത്തിരിക്കുന്ന സ്പേസിംഗ് സെയിം ആണ്. They are all taken at the same interval. Let's say D എന്ന് പറയുന്ന ഇന്റർവെല്ലിലാണ് ഈ പറയുന്ന എല്ലാ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റും എടുത്തിരിക്കുന്നത് ഫ്രം ദ ബേസ് ലൈൻ. അങ്ങനെയാണെങ്കിൽ as per the average ordinate method, the area is given by the entire area is given by simple equation ആണ് H1 plus H2 plus H3 up to Hn ആണ്. എത്രയെങ്കിലും ആയിക്കോട്ടെ. ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം? 2 ചെയ്യണം. ഡിവൈഡ് ബൈ 2. ഓക്കെ അല്ലെ? ആവറേജ് എടുക്കണം. ഓർഡിനേറ്റ്സിന്റെ ആവറേജ് എടുക്കുക. ഓർഡിനേറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ എടുത്തിരിക്കുന്ന ഓഫ്സെറ്റ്സ് ആണ്. ഓക്കെ, അതിന്റെ ആവറേജ് എടുക്കുക. ഇൻറ്റു എന്ത് ചെയ്യുക? n-1 into d.
ഈ ഫോർമുല ഓർക്കണം, ബൈ ഹാർട്ട് ചെയ്യുക എന്നല്ലാതെ വേറെ വകുപ്പൊന്നുമില്ല. ബൈ ഹാർട്ട് ചെയ്യുക എന്നല്ലാതെ വേറെ വകുപ്പൊന്നുമില്ല. ഓക്കെ അല്ലേ? സോ h1 പ്ലസ് h2 പ്ലസ് h3 അപ് ടു hn ഡിവൈഡ് ബൈ n ഇൻറ്റു ഡിവൈഡ് ബൈ n ആണ്. ഓക്കെ, ഡിവൈഡ് ബൈ 2 അല്ല, യെസ് ഡിവൈഡ് ബൈ n ആണ്. യെസ് 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 യെസ്, അത് പറഞ്ഞത് നന്നായി. ഡിവൈഡഡ് ബൈ എന്താണ്? ഡിവൈഡഡ് ബൈ എന്താണ്? n ആണ്. ഡിവൈഡ് ബൈ n ആണ്, അപ്പോഴല്ലേ ആവറേജ് ആവുള്ളൂ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോ. ഡിവൈഡഡ് ബൈ n ആണ്, ഡിവൈഡഡ് ബൈ n ആണ്, ഡിവൈഡഡ് ബൈ n ആണ്. ഈസ് ആർ ഓക്കെ? ഈസ് ആർ ഓക്കെ? ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു d. അതാണ് ഓഫ്സെറ്റ് മെത്തേഡിലെ ഒന്നാമത്തെ മെത്തേഡ്. ഓഫ്സെറ്റ് മെത്തേഡിലെ രണ്ടാമത്തെ മെത്തേഡ്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് അപാര ഇമ്പോർട്ടന്റ് ആണ്, ഇതാണ് ഇമ്പോർട്ടന്റ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. ഇതിന്റെ പേര് ട്രപ്പിസോയിഡൽ മെത്തേഡ് എന്നാണ്. ദിസ് ഇസ് ടേംഡ് ആസ് ട്രപ്പിസോയിഡൽ മെത്തേഡ്. ഇതിനെ നമ്മൾ പറയുന്ന പേര് ട്രപ്പിസോയിഡൽ മെത്തേഡ് എന്നാണ്. സംഭവം എന്താണെന്ന് ചോദിച്ചാലോ, സംഭവം ഒന്നുമില്ല, നേരത്തെ കാണിച്ച അതേ പ്രഹസനമാണ്. വലിയ ഒരു ഏരിയ, നിങ്ങൾ അതിന്റെ ഏറ്റവും ലോങ്സ്റ്റ് ലൈൻ വരയ്ക്കുന്നു, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ബേസ് ലൈൻ. ഈ ബേസ് ലൈനിൽ നിന്നും ഈ പറയുന്ന ബൗണ്ടറിയിലേക്ക് നിങ്ങൾ എന്ത് സെറ്റ് ചെയ്യാണ്? നമ്പർ ഓഫ് ഓഫ്സെറ്റുകൾ സെറ്റ് ചെയ്യുന്നു. നമ്മൾ ഈ ഓഫ്സെറ്റുകളെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ പറയുന്ന ഓഫ്സെറ്റുകളെല്ലാം ഈ ഏരിയനെ നമ്പർ ഓഫ് ട്രപ്പിസോയിഡ്സ് ആയിട്ട് യെസ് ഡിവൈഡ് ചെയ്യുന്നതായി കാണാം അല്ലെ? ദിസ് ഈസ് എ ട്രപ്പിസോയിഡ് ഹാവിംഗ് ഏരിയ A1, ദിസ് ഈസ് A2, ഇത് A3 ആണ്, A4 ആണ്, അങ്ങനെ 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 ഒരുപാട് ഏരിയകളാണ്. നമുക്ക് ഓഫ്സെറ്റുകളെല്ലാം എടുത്തിരിക്കുന്നത് ഡി എന്ന് പറയുന്ന ഈക്വൽ ഇന്റർവെല്ലാണ്, യാതൊരു സംശയമില്ല. എല്ലാ ഓഫ്സെറ്റ്സും എടുത്തിരിക്കുന്നത് ഡി എന്ന് പറയുന്ന ഇന്റർവെല്ലാണ്. ഓഫ്സെറ്റിന്റെ പേര് കൊടുക്കുകയാണ് h1, ദിസ് ഈസ് h2. ഈ കാണിച്ചിരിക്കുന്നത് h3 ആണ്, ഈ കാണിച്ചിരിക്കുന്നത് h4 ആണ്, ദിസ് ഈസ് h5, h6 ആണ്, ആൻഡ് ദിസ് ഈസ് h7. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം യെസ് A1 എന്ന് പറയുന്ന ഏരിയ എന്തായിരിക്കും? ദിസ് ഈസ് A2, A3, ഓക്കെ, A4 ആണ്. ദിസ് ഈസ് A3, A4 ആണ്. ഓക്കെ, നമ്മൾ ഇതിന്റെ പേര് കൊടുക്കാൻ വിട്ടുപോയി. ഇനിയിപ്പോ എല്ലാം മായ ചെയ്യുന്നുണ്ടല്ലോ. എന്തായിരിക്കും A1 എന്ന് പറയുന്ന ട്രപ്പിസോഡിന്റെ ഏരിയ എന്ന് പറയുന്നതിന് മുമ്പ് സാധാരണ നാട്ടിൽ കാണപ്പെടുന്ന ട്രപ്പിസോഡിന്റെ ഏരിയ എന്താണ്? ഇത്തരത്തിൽ ഒരു ട്രപ്പിസോഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ഒരു ട്രപ്പീസിയം അവൈലബിൾ ആണ്. ലെറ്റ്സ് സേ ഇതിന്റെ സൈഡ് x ആണ്, ഈ സൈഡ് y ആണ്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെറ്റ്സ് സേ ഒരു h ആണ്. h എന്ന് പറയേണ്ട വേരിന്റെ വേരിയബിൾ പറയാം. ലെറ്റ്സ് സേ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് പറയാം നമുക്ക്? ലെറ്റ്സ് സേ ഇറ്റ് ഈസ് ഹാവിംഗ് എ ഡിസ്റ്റൻസ് ഓഫ് a ആണ്. അങ്ങനെയാണെങ്കിൽ ദ ഏരിയ ഈസ് ഗിവൺ ബൈ യെസ് a/2 ഇൻറ്റു x പ്ലസ് y ആണ്. അല്ലെങ്കിൽ അതിനെ ചെറുതായിട്ട് മാറ്റി എഴുതാം, എന്താണ്? a ഇൻറ്റു, അതായത് ആ ഗ്യാപ്പ് ഇൻറ്റു x പ്ലസ് y ഡിവൈഡ് ബൈ 2 അല്ലെ? 2 ഉള്ളിൽ എഴുതിയാലും പുറത്ത് എഴുതിയാലും കുഴപ്പമില്ലല്ലോ. ഈ കാണിച്ചിരിക്കുന്ന ഈ ട്രപ്പിസോഡിന്റെ ഏരിയ അങ്ങനെയാണ് എഴുതുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ A1 എന്ന് പറയുന്ന ഈ പറയുന്ന ട്രപ്പിസോഡിന്റെ ഏരിയ എന്തായിരിക്കും? ഈ പറയുന്ന ട്രപ്പിസോയിഡ് യെസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതിന്റെ ഈ സൈഡ് h1 ആണ്, അടുത്ത സൈഡ് h2 ആണ്, ആൻഡ് അതിന്റെ ഗ്യാപ്പ് എത്രയാണ്? d ആണ്. ഏരിയ A1 ഈസ് ഈക്വൽ ടു എന്താ വരിക? d ഇൻറ്റു h1 പ്ലസ് h2 ഡിവൈഡ് ബൈ 2 ആണ്. സിമിലർലി A2 എന്ന് പറയാവോ? A2 എന്ന് പറഞ്ഞ A2 എന്ന് പറയാനല്ല, A2 എന്ന് പറയുന്ന ഏരിയയുടെ ആ ഫോർമുല പറഞ്ഞേ, വിച്ച് ഇസ് ഹാവിംഗ് സൈഡ് h2 ആണ്, ഇത് h3 ആണ്, ഇറ്റ് ഈസ് ഹാവിംഗ് എ ഗ്യാപ്പ് ഓഫ് d ആണ്. അങ്ങനെയാണെങ്കിൽ A2 ഈക്വൽ എന്തായിരിക്കും? A2 ഈക്വൽ ടു d ഇൻറ്റു എന്താ വരിക? h2 പ്ലസ് h3 ഡിവൈഡ് ബൈ 2 ആണ്. A3 എഴുതാം നിങ്ങൾക്ക് അതുപോലെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു d ഇൻറ്റു h3 പ്ലസ് h2 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ഇങ്ങനെ എല്ലാ ഏരിയയും നിങ്ങൾക്ക് എഴുതാം. ഫൈനലി ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ ടോട്ടൽ ഏരിയ വിൽ ബി യെസ് എന്തായിരിക്കും ടോട്ടൽ ഏരിയ? നെക്സ്റ്റ് പേജിൽ എഴുതാം. ടോട്ടൽ ഏരിയ വിൽ ബി എന്തായിരിക്കും? A ഈസ് ഈക്വൽ ടു A1 പ്ലസ് A2 പ്ലസ് A3 അങ്ങനെ കണ്ടിന്യൂസ് പോവാണ്. നോക്കിയേ A1 h1/2 ഉണ്ട്, ഇവിടെ എന്തുണ്ട്? h2/2 ഉണ്ട് അല്ലെ? h2/2 A1 ഉണ്ട്, കാണുന്നുണ്ടോ? h2/2 എന്ന് പറയുന്ന സാധനം A1 ഉണ്ട്. അതേ സാധനം അതായത് h2/2 A2 ഉണ്ട്. നമ്മൾ മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ എല്ലാത്തിലും d കോമൺ ആണ്, പുറത്തു പോകും. യെസ്, എന്ത് മാത്രം ബാക്കി നിൽക്കും? h1/2 മാത്രം ബാക്കി നിൽക്കും. ബാക്കിയുള്ള എല്ലാ ടേംസിന്റെയും h2/2 ഉണ്ട്, അതേപോലെ h3/2 ഉണ്ട്, ഇവിടെയും h3/2 ഉണ്ട്. ഓക്കെ, ദിസ് വിൽ ബി h4 ആയിരിക്കും. ഇതെന്തായിരിക്കും? h4 ആയിരിക്കും. ഇത് h4 ആയിരിക്കും തീർച്ചയായിട്ടും.
സോ ഇവിടെ എന്തുണ്ട്? h2/2 ഉണ്ട്, ഇവിടെയും h2/2 ഉണ്ട്, ഇവിടെ h3/2 ഉണ്ട്, ഇവിടെയും h3/2 ഉണ്ട്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ മാറി നിൽക്കുന്ന ഒരാളെ ഉണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് h1/2 ആയിരിക്കും. നോക്കിയേ, ഫോർമുല ഓർമ്മ നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കണം. അതായത് ഡി കോമൺ ആണ്, എന്തിനു മാത്രമേ /2 ഉണ്ടാവുള്ളൂ? ഫസ്റ്റ് ടേമായ h1 ആൻഡ് അവസാനത്തെ ടേമായ hn ഡിവൈഡ് ബൈ മാത്രമേ 2 ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഡിവിഷൻ ഇല്ലാതെ ആഡ് ചെയ്യപ്പെടും. ദാറ്റ് ഈസ് h2 പ്ലസ് h3 പ്ലസ് h4 പ്ലസ് ഇങ്ങനെ പോയി hn-1 വരെ കാണപ്പെടും. ഈ ഫോർമുലയാണ് ഓർക്കേണ്ടത് എക്സാമിന്. ക്ലിയർ അല്ലേ? ട്രപ്പിസോയിഡൽ മെത്തേഡിന്റെ ന്യൂമറിക്കൽ ചോദിക്കാറുണ്ട്, നിർബന്ധമാണ്. ഏറ്റവും അവസാനമായിട്ടുള്ള ഫോർമുല ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സിംപ്സൺസ് റൂൾ ആണ്. സിംപ്സൺസ് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ ഏരിയ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് പറയാതെ നമ്മൾ ഏരിയ ആൻഡ് വോളിയം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ദ തേർഡ് മെത്തേഡ് ഓഫ് ഓഫ്സെറ്റ് മെത്തേഡ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സിംപ്സൺസ് റൂൾ ആണ്. സിംപ്സൺസ് മെത്തേഡ് അല്ലെങ്കിൽ സിംപ്സൺസ് റൂൾ ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ഏരിയ. നേരത്തെ കാണിച്ച അതേ ഫിഗർ ആണ്. ഫിഗറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? വലിയ ഒരു ഏരിയ ബേസ് ലൈൻ വരച്ചിരിക്കുന്നു. നമ്പർ ഓഫ് ഓഫ്സെറ്റുകൾ എടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9. നിർബന്ധമാണ്. സിംപ്സൺസ് റൂൾ ആണോ നിങ്ങൾ പറയുന്നതെങ്കിൽ നമ്പർ ഓഫ് ഓഫ്സെറ്റുകൾ ഓഡ് ആയിരിക്കണം. നമ്പർ ഓഫ് ഓഫ്സെറ്റുകൾ ഓഡ് ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. ഇതാണ് ഇവിടെ ചോദിക്കുന്ന തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ. നിങ്ങളൊന്ന് എണ്ണി നോക്കിയേ, വെറുതെ ഒന്ന് എണ്ണി നോക്കണം, വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. h1 h2 h3 h4 h5 h6 h7 h8 ആൻഡ് h9. ഇങ്ങനെയാണെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഈ എടുത്തിരിക്കുന്ന എല്ലാ ഓഫ്സെറ്റും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈക്വൽ ഇന്റർവെല്ലാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏരിയ ഈസ് ഗിവൺ ബൈ, പറയൂ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താണ് ഏരിയ? ഏരിയ ഈസ് ഈക്വൽ ടു d/3 ആണ്. എന്താണെന്ന് അറിയാലോ? യെസ്, ഫസ്റ്റ് ഓഫ്സെറ്റ്, അതാണ് അങ്ങനെ എഴുതുന്നത്. ഡയലോഗ് ആക്കി എഴുതാം, എന്നിട്ട് ഫോർമുല എഴുതാം. ഡയലോഗ് എഴുതണം, ഫോർമുല എഴുതണം. ഫസ്റ്റ് കോർഡിനേറ്റ് ആൻഡ് ലാസ്റ്റ് കോർഡിനേറ്റ് ആണ്. പ്ലസ് എന്താണ്? 4 ടൈംസ് ആണ് ഈവൻ ഓഫ്സെറ്റുകൾ അല്ലെങ്കിൽ ഈവൻ ഓർഡിനേറ്റ്സ്. പ്ലസ് 2 ടൈംസ് എന്താണ്? ഓഡ് ഓഫ്സെറ്റ് ആണ്. 2 ടൈംസ് എന്താണ്? ഓഡ് ഓഫ്സെറ്റ് ആണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഫോർമുല ആക്കി എഴുതി കഴിഞ്ഞാൽ നോക്കണേ, രണ്ട് രീതിയിലും എക്സാമിന് വരും, നിർബന്ധമാണ്. ഇതേ സാധനം ഫോർമുലയിൽ എഴുതിയാൽ a is equal to d/3. ഏതാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്? ഇപ്പം എടുത്തിരിക്കുന്ന ഫിഗറിൽ യെസ്, ഈ h1 ആണ് ഫസ്റ്റ്, h9 ആണ് ലാസ്റ്റ്. സോ ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു, അങ്ങനെ എഴുതാൻ നമുക്ക് ജനറൽ ആയിട്ട് എഴുതാം. ദിസ് വിൽ ബി h1 പ്ലസ് hn എന്നാണ് വരിക, പ്ലസ് 4 ടൈംസ് ഈവൻ ആണ് വരിക, അതായത് h2 പ്ലസ് h4 പ്ലസ് h6 എന്ന് വരും. പ്ലസ് എന്താ വരിക? 2 ടൈംസ് ഓഡ് ആണ് വരിക, അതായത് h3 പ്ലസ് h5 പ്ലസ് h7 എന്ന് വരും. ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതാണ് പരിപാടി. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണിത്. വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേ ഫോർമുലയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ടാവും? ഈ പറയുന്ന ഓഫ്സെറ്റുകൾക്ക് പകരം അവര് ഏരിയ തന്നിട്ടുണ്ടാവും. h1 h2 h3 എന്നിടുന്ന സ്ഥാനത്ത് a1 a2 a3 എന്നിട്ടാ മതി. കാരണം നമ്മൾ ഫൈനലി d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. a ഇൻറ്റു അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു അടുത്ത ഡയമെൻഷൻ ചെയ്താൽ വോളിയമായി മാറുകയാണ്. നോക്കിയേ, ഈ പരിപാടി ഇവിടെ നിർത്തുകയാണ്. യെസ്, 1 ഇയർ സ്റ്റഡി പ്ലാനിന്റെ ഭാഗമായിട്ട് 5ാമത്തെ ആഴ്ചയിൽ സർവേ ആണ് ഡിസ്കസ് ചെയ്തത്. ടോപ്പിക്കുകൾ ടാക്കോമീറ്റർ, കർവുകൾ, ഏരിയ ആൻഡ് വോളിയം ആൻഡ് മോഡ് ആൻഡ് ഇൻസ്ട്രുമെന്റ് ആണ്. ഈ ഒരു സെഷനിൽ നമ്മൾ ഏരിയ ആൻഡ് വോളിയം കാൽക്കുലേഷന്റെ പരിപാടിയാണ് പറഞ്ഞത്. ഒന്നുമില്ല, കുറച്ച് ഫോർമുല ഉണ്ട്, ആ ഫോർമുല ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അവർ ക്വസ്റ്റ്യനിൽ പറയും ഏത് മെത്തേഡ് ഉപയോഗിക്കണം, ആ മെത്തേഡ് ഉപയോഗിക്കുക. ന്യൂമറിക്കൽ വരാറുണ്ട് നമ്മളെ എക്സാംസിന്. തിയറി പോയിന്റുകൾ, ചില്ലറ പോയിന്റുകളെ ഉണ്ടാവാറുള്ളൂ. യെസ്, പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാണ്.
സൈലം ടെക്നിക്കലിന്റെ സർവേയർ ബാച്ച്, ഓവർസിയർ ബാച്ച്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ബാച്ച് ലൈവ് ആയിട്ട് ആപ്പിലൂടെ, സൈലം ആപ്പിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. യെസ്, മുഴുവൻ കണ്ടന്റും ബെസ്റ്റ് കണ്ടന്റ് ലൈവ് ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ കോഴിക്കോട് മാവൂർ റോഡിൽ സൈലം ടെക്നിക്കലിന്റെ ഓഫ്ലൈൻ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ബെസ്റ്റ് കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തുന്നത്. സോ ഇന്ന് തന്നെ സൈലം ടെക്നിക്കലായിട്ട് കോൺടാക്ട് ചെയ്യുക, സൈലം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കോഴ്സുകൾ പർച്ചേസ് ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു അവസരത്തിൽ. അതുവരെ എല്ലാവർക്കും താങ്ക് യു.